ഹായ് ഗൈസ്, നമ്മുടെ കാവ്യമാധവന് ഏറ്റവും ഇഷ്ടപ്പെട്ട തനി മലബാർ രീതിയിൽ വറുത്തരച്ച ഒരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 2 വലിയ സവാള, 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/4 കിലോ ചുവന്നുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഒരു 2 കുടം വെളുത്തുള്ളി ഫുള്ള് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും നന്നായി ചതച്ചെടുക്കണം. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് അരമുറി നാളികേരം വറുത്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ കരിഞ്ഞു പോവാതെ നല്ല ബ്രൗൺ കളറിൽ ഈ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നാളികേരം നല്ല ബ്രൗൺ കളറിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറാനായിട്ട്. അതിന് ശേഷം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല ബ്രൗൺ കളറിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ ഉപ്പൊക്കെ എത്ര ഇട്ടാലും കറികളിൽ കൂടണില്ല. പുള്ളില്ലാത്ത ഉപ്പാണ് കിട്ടണമെന്നാണ് തോന്നണത്. എന്താ ചെയ്യുക, ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഉപ്പ് വാങ്ങാല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. കിട്ടണതല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് ചതച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. 10 പച്ചമുളക് മാറ്റി വെച്ചായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ടൊന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് നന്നായി ഇളക്കി വഴറ്റിയെടുത്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ഞാൻ ആദ്യം അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം വഴറ്റി കൊടുത്തു. അതിനുശേഷം സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 3 ടീസ്പൂൺ ഇട്ട് വഴറ്റി കൊടുത്തു. ഇനി അതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ ഇടുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ അടി കത്തി പിടിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണയൊന്നും ഒഴിക്കണില്ല. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് മൺകല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ മൺകലത്തിലാണ് ഉണ്ടാക്കണമെന്ന് മാത്രം. ചിക്കൻ കലത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടും കൂടി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ ചീഞ്ചട്ടി, ഉള്ളിയൊക്കെ വഴറ്റിയ ചീഞ്ചട്ടി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട ശേഷം നന്നായി ഇളക്കി മിക്സാക്കി മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. നന്നായി അരച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടും കേട്ടോ. ഏത് കറിയായാലും നല്ല ടേസ്റ്റും മണമായിരിക്കും. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് മൂടി വെച്ച് വീണ്ടും വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ജാറും കൂടി കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഇളക്കി വീണ്ടും മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പും എരിവൊക്കെ പാകണമെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നല്ല ഫ്രഷ് ആയത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടി മൂടി വെച്ചതൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നു. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. കണ്ടില്ലേ, ഈ ചിക്കൻ കറി കണ്ടാൽ കൊതിയാവണില്ലേ എല്ലാവർക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബായ്.